നമസ്കാരം. അമേരിക്കയ്ക്ക് കെണിയൊരുക്കി ഇറാൻ. ഇറാന്റെ സൈലന്റ് അറ്റാക്കിൽ ട്രംപ് തോറ്റു. അമേരിക്ക ഇറാനെതിരെ നിരന്തരം ഭീഷണി മുഴക്കുന്നുണ്ട് എങ്കിലും ഇറാൻ അമേരിക്കയ്ക്കെതിരെ വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു അറ്റാക്കാണ് പദ്ധതി ഇടുന്നത്. ഇറാന്റെ തന്ത്രം എന്ന് പറയപ്പെടുന്നത് സ്വം അറ്റാക്ക് അഥവാ കൂട്ട ബോട്ട് ആക്രമണമാണ്. ഇറാൻ നാവികസേനയുടെ കൈവശം നൂറുകണക്കിന് ചെറുതും ഒപ്പം തന്നെ അതിവേഗതയുള്ളതുമായിട്ടുള്ള ആക്രമണ ബോട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. അതങ്ങനെയാണ്. ഇറാൻ സ്വീകരിക്കുന്ന മാർഗങ്ങൾ എപ്പോഴും വളരെ ചെറിയ രീതിയിൽ ആരംഭിച്ച് വലിയ രീതിയിൽ കൊണ്ടെത്തിച്ച് വലിയ തീഗോളമാക്കി മാറ്റുന്ന പ്രവർത്തനം നടത്തുന്ന ഒരു രീതി ഇറാന്റെ കൈവശമുണ്ട്. അവരുടെ ആയുധശേഖരത്തിൽ നിന്ന്, അവരുടെ മിസൈലുകളിൽ നിന്ന് അങ്ങനെ വെടിതുക്കുന്ന ഏറ്റവും വലിയ പ്രത്യാക്രമണം നടത്താൻ പോകുന്ന ശേഷിയുള്ള അത്തരത്തിലുള്ള ആയുധശേഖരം ഇറാൻ ഈ വരാൻ പോകുന്ന യുദ്ധത്തിൽ ചിലപ്പോൾ പ്രയോഗിച്ചേക്കാം. ഇപ്പോൾ തന്നെ മെഷീൻ ഗൺ, റോക്കറ്റ്, ടോർപിഡോ തുടങ്ങിയ ആയുധങ്ങൾ, ഈ ആയുധങ്ങളുമായിട്ട് സജ്ജമാക്കിയ ബോട്ടുകളാണ് ഇവരുടെ കൈവശമുള്ളത്, ഇറാന്റെ കൈവശം. ഒരേ സമയം തന്നെ പല ദിശകളിൽ നിന്ന് വലിയ യുദ്ധക്കപ്പലുകളെ ആക്രമിക്കുന്ന രീതിയിൽ പരിശീലനം നടത്തുന്ന അല്ലെങ്കിൽ പരിശീലനം നേടിയിട്ടുള്ള ബോട്ടുകളാണിവ. വലിയ കപ്പലുകളുടെ പ്രതിരോധ സംവിധാനങ്ങൾ അത് സാധാരണയായിട്ട് മിസൈലുകൾ തടയാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതിനാൽ നൂറുകണക്കിന് ചെറു ലക്ഷ്യങ്ങളെ ഒരേ സമയം ട്രാക്ക് ചെയ്യുവാനും പ്രതികരിക്കുവാനും ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ളതാണ് വിലയിരുത്തൽ. അതിനാൽ തന്നെ വലിയ യുദ്ധക്കപ്പലിന്റെ സിസ്റ്റങ്ങളെ ഓവർലോഡ് ചെയ്യുവാനുള്ള തന്ത്രമായിട്ടാണ് ഈ കൂട്ടാക്രമണം മാറുന്നത്. ഒരേ ഭാഗത്ത് മാത്രം നിന്ന് ആക്രമണം നടത്താനുള്ള ശേഷി മാത്രമാണ് ബാക്കിയുള്ള രാജ്യങ്ങൾക്കുള്ളത് എങ്കിൽ, അല്ലെങ്കിൽ വലിയ വിമാനവാഹിനി കപ്പലുകളുമായി എത്തിയ ട്രംപിനും അമേരിക്കയ്ക്കും ഉള്ളത് എങ്കിൽ, നൂറുകണക്കിന് വരുന്ന ഈ കുട്ടി ബോട്ടുകൾ അവരെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള കൂട്ടാക്രമണം നടത്തുവാൻ ഇറാന് കഴിയുമെന്നുള്ളതാണ് അവരുടെ പ്രത്യേകത. അതായത് ഒരേ സമയം തന്നെ പല ദിശകളിൽ നിന്നും വരുന്ന വലിയ യുദ്ധക്കപ്പലുകളെ ആക്രമിക്കുന്ന രീതി, ആ രീതിയിലേക്ക് എത്തപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും നൂറുകണക്കിന് ചെറു ലക്ഷ്യങ്ങളെ ഒരേ സമയത്തിന് ട്രാക്ക് ചെയ്യാനോ പ്രതികരിക്കുവാനോ പ്രതിരോധിക്കുവാനോ ഈ പറയുന്ന വലിയ വിമാനവാഹിനി കപ്പലുകൾക്ക് ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. നിമിഷ നേരം കൊണ്ട് നൂറുകണക്കിന് വരുന്ന ഈ കുട്ടി ബോട്ടുകൾ ഒരു കൂട്ടാക്രമണം നടത്തി ഈ കടലിൽ തന്നെ വലിയ തീഗോളം സൃഷ്ടിച്ച് വിമാനവാഹിനി കപ്പലുകളെ ചാരമാക്കി കളയുവാനും നിമിഷ നേരം മാത്രം മതി. അത് അമേരിക്ക ഭയപ്പെടുന്നുണ്ട്. അത് അമേരിക്കയുടെ ഭയമാണ്. അതുകൊണ്ടാണ് അമേരിക്കയ്ക്കെതിരെ അത്തരത്തിലുള്ള കെണിയൊരുക്കി ഇറാൻ ഇപ്പോൾ കെണി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ മിസൈൽ മേഖലയിലും ഇറാൻ വലിയ മുന്നേറ്റങ്ങൾ നടത്തിയതായിട്ട് അവകാശപ്പെടേണ്ടി വരും. കാരണം ഇപ്പോൾ ഈ ഖലീജ് ഫാർസ് പോലുള്ള കപ്പൽ വിരുദ്ധ ബാലിസ്റ്റിക് മിസൈലുകൾ അത് വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് എന്നുള്ള ഇറാന്റെ വാദം നിലനിൽക്കുന്നുണ്ട്. അതായത് 300 കിലോമീറ്ററിലേറെ ദൂരപരിധിയിലുള്ള ഈ മിസൈലുകൾ കടലിൽ സഞ്ചരിക്കുന്ന കപ്പലുകളെ ലക്ഷ്യമിടുവാൻ രൂപകൽപ്പന ചെയ്തവയാണ് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. അതായത് സൂപ്പർസോണിക് വേഗതയിൽ സഞ്ചരിക്കുന്ന ഇത്തരം മിസൈലുകൾ ആക്രമണത്തിന് ഉപയോഗിക്കപ്പെടുകയാണ് എങ്കിൽ അമേരിക്കൻ കാരിയറിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പ്രതികരിക്കുവാൻ ലഭിക്കുന്ന സമയം എന്ന് പറയപ്പെടുന്നത് തുലോം കുറവായിരിക്കും. അപ്പോൾ അമേരിക്കയ്ക്ക് ഇത്തരത്തിലുള്ള വളരെ കൃത്യമായിട്ടുള്ള കെണി ഒരുക്കി വയ്ക്കുവാൻ ഇറാൻ തയ്യാറായിരിക്കുന്നു. ഇറാന്റെ സൈലന്റ് അറ്റാക്കിൽ ട്രംപ് തോറ്റു തുന്നം പാടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതാണ് ഇനി വരാൻ പോകുന്ന മണിക്കൂറുകളിൽ സംഭവിക്കാൻ പോകുന്നത്. ഒരു ആക്രമണം ഉണ്ടാവുകയോ ആ ആക്രമണത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് അമേരിക്ക മുന്നോട്ട് വരികയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സ്വം അറ്റാക്ക് അഥവാ കൂട്ടബോട്ട് ആക്രമണം നടത്തിക്കൊണ്ടായിരിക്കും ഇറാൻ ഇവർക്കെതിരെ പ്രതിരോധം തീർക്കുന്നത്. ആ പ്രതിരോധത്തിൽ പക്ഷെ തകർന്ന് തരിപ്പണമാകാൻ പോകുന്നത് അമേരിക്കയുടെ ഈ വിമാനവാഹിനി കപ്പലുകളും അതിൽ അവർ ശേഖരിച്ചു വച്ചിരിക്കുന്ന അവരുടെ ആയുധശേഖരവുമായിരിക്കും. അങ്ങനെ വളരെ പെട്ടെന്ന് തകർത്തെറിയാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു സംവിധാനം ഈ കുട്ടി ബോട്ടുകളിൽ, അതായത് ഈ കൂട്ടബോട്ട് എന്ന് പറയപ്പെടുന്ന സംവിധാനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഓരോ ബോട്ടുകളിലും ഇങ്ങനെ വലിയ മിസൈലുകൾ തടയാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ വരെ ഈ ബോട്ടുകളിൽ, അതിനകത്ത് തന്നെ മെഷീൻ ഗണ്ണ്, റോക്കറ്റ്, ടോർപിഡോ തുടങ്ങിയുള്ള ആയുധങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് ഈ ബോട്ടുകളിൽ. അങ്ങനെയുള്ള ഈ ബോട്ടുകൾ ഒരേ സമയം തന്നെ 100 ദിശകളിലൂടെ കടന്നു വന്ന് പല ദിശകളിലൂടെ കടന്നു വന്ന് ഈ വലിയ യുദ്ധക്കപ്പലുകളെ ആക്രമിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കും. അങ്ങനെ ഇവരെ ഒരു വലിയ കുരുക്കിനകത്തേക്ക് കൊണ്ടെത്തിച്ചിരിക്കും. അതാണ് ഇറാൻ നടത്താൻ പോകുന്ന ആക്രമണ രീതി എന്ന് പറയപ്പെടുന്നത്. നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടുള്ള പോലെ ഒരു പത്മവ്യൂഹത്തിലേക്ക് ഈ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളെ അല്ലെങ്കിൽ വിമാനവാഹിനി കപ്പലുകളെ എത്തിക്കുന്നു എന്നുള്ള പ്രത്യേകതയാണ് ഇപ്പോൾ ഇറാന്റെ യുദ്ധതന്ത്രം എന്ന് പറയപ്പെടുന്നത്. ആ യുദ്ധതന്ത്രത്തിൽ തകർന്ന് തരിപ്പണമാകാൻ പോകുന്നത് ട്രംപാണ്. ട്രംപ് തോറ്റു തുന്നം പാടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഒരു സമാധാന ചർച്ച മുന്നോട്ട് വയ്ക്കുക. ആ സമാധാന ചർച്ചയിൽ ഇറാൻ പറയുന്ന ആവശ്യങ്ങൾ, ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങൾ പരിഹരിച്ചുകൊണ്ടും പരിഗണിച്ചുകൊണ്ടും മുന്നോട്ട് പോയാൽ ഒരു വലിയ യുദ്ധത്തിൽ നിന്ന് നമുക്ക് പിന്നാക്കം പോകാം. ഒപ്പം തന്നെ ട്രംപിന് തോറ്റു തുന്നം പാടാതെ മടങ്ങി അമേരിക്കയ്ക്കും പോകാം.